നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം റെസിപ്പി എന്താണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് വേണ്ടത് ഒരു സവോളയാണ്. ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ചേർക്കാം. കൂടെ തന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. മല്ലിയിലയ്ക്ക് പകരമാണെങ്കിലും കറിവേപ്പില ചേർക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നല്ല കട്ടിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് കേട്ടോ. നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ കോരിയിടാൻ പറ്റുന്ന ഒരു പരുവത്തിൽ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. പിന്നെ അതിനകത്തേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കുറേശ്ശെയായിട്ട് ഈ ഒരു എണ്ണയിലിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോസും അതുപോലെ ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണേ. അതുപോലെ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് കുറച്ച് ഒരു ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.